തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 2 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. യെശയ്യാ പ്രവചനം 26 അധ്യായം 6 മുതൽ 10 വരെയും, സങ്കീർത്തനങ്ങൾ 23 1 മുതൽ 6 വരെയും, വിശുദ്ധ മത്തായി സുവിശേഷം 15 അധ്യായം 29 മുതൽ 37 വരെയും തിരുവചനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. ക്രിസ്തുവിനെ കാത്തിരിക്കുകയാണ് ആഗമനകാലത്തിൻ്റെ നാളുകളിൽ നാം. നിരന്തരം അവനെ കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ജനം. യേശുവിനെ ജീവിതത്തിൻ്റെ സമ്പൂർണതയായി തിരിച്ചറിഞ്ഞ് അവനിൽ ജീവിതത്തിലെ പ്രത്യാശ അർപ്പിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ കാത്തിരിപ്പ് അർത്ഥമുള്ളതായിട്ട് മാറുക, അനുഭവമുള്ളതായിട്ട് മാറുക. ഈ ലോകത്തിൻ്റെ സാമാന്യതകളിൽ ആശ്രയിക്കുകയും ഈ ലോകത്തു നിന്ന് സൗഖ്യം പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും നമ്മൾ. ഭൗമിക വസ്തുക്കളും സാധ്യതകളും പരിമിതമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയേക്കാം. സമ്പൂർണമായ രക്ഷ, സമ്പൂർണമായ സൗഖ്യം, സമ്പൂർണമായ പരിപാലന ദൈവത്തിൽ നിന്ന് മാത്രമാണ്. മനുഷ്യൻ്റെ കരങ്ങൾക്ക് എത്തിപ്പെടാനാവാത്ത ഇടങ്ങളുണ്ട് ജീവിതത്തിലെന്ന് വചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിൽ ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നു, വികലാംഗരെ സൗഖ്യപ്പെടുത്തുന്നു, അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെയും സൗഖ്യം പ്രദാനം ചെയ്യുന്നതിലൂടെയും ക്രിസ്തു പഠിപ്പിക്കുന്ന പാഠം എന്താണ്? സാമാന്യമായി അവൻ അനുകമ്പയുള്ളവനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ആ ഭാഷ്യം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അവൻ അനുകമ്പയുള്ളവനാണ്, ചോദിക്കൂ തരും, മാറ്റിത്തരും എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ക്രിസ്തു രോഗികളെ സൗഖ്യപ്പെടുത്തിയത്? എന്തിനാണ് അപ്പം വർദ്ധിപ്പിച്ചത്? എന്താണ് അവിടെ നിന്ന് അങ്ങനെ ചെയ്യാനുള്ള കാരണം? രക്ഷയുടെ സുവിശേഷമാണ് ക്രിസ്തു. ഈ ലോകത്തിലേക്ക് അവിടെ നിന്ന് വന്നത് നമ്മെ രക്ഷിക്കാനാണ്, വിമോചനം നൽകാനാണ്. ശരീരത്തിൻ്റെ മേലും ലോകത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവനാണ് താനെന്ന് അവിടത്തേക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഈ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് യേശു രോഗികളെ സുഖപ്പെടുത്തുക. നമ്മുടെ ശരീരത്തിന് മേൽ അധികാരമുള്ളവൻ ദൈവമാണ്. ആ അധികാരമുള്ളവനാണ് സൗഖ്യദായകനായവൻ. കുരിശിൽ മരിച്ചുകൊണ്ട് അവിടെ നിന്ന് നൽകാൻ പോകുന്ന സൗഖ്യത്തെ ജീവിതകാലത്ത് അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നു. കേവലമായ അനുകമ്പയല്ല, കേവലമായ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവമല്ല. അതിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തുന്നത് താൻ ശരീരത്തിന് മേൽ അധികാരമുള്ളവനാണ്, ശരീരത്തിൻ്റെ വിമോചകനാണ്. പാപം ചെയ്തപ്പോൾ ഈ ലോകത്തിൻ്റെ ആധിപത്യത്തിന് നാം വിധേയപ്പെടുന്നു. ശരീരം അപ്രകാരം അടിമത്തം പേറുകയാണ്. സുഖവാസനകൾക്ക്, ആസക്തികൾക്ക് ഒക്കെ അടിമയായി പോകുന്നൊരു ശരീരമാണ് പാപകരമായ ശരീരം. ഈ അടിമത്തത്തിൽ നിന്ന് വിമോചനം നൽകാൻ ക്രിസ്തുവിന് കഴിയുമെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ശരീരത്തിൻ്റെ മേൽ സൗഖ്യം നൽകുന്നവനായി, ശരീരത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നവനായി ക്രിസ്തു സ്വയം വെളിപ്പെടുത്തുക. അതേപോലെ തന്നെ ജീവൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന ഭക്ഷണം, സ്വന്തം ശരീരം മുറിച്ച് വിളമ്പാനിരിക്കുന്നവൻ ആ വിളമ്പലിന് മുന്നോടിയായി അപ്പം വിഭജിച്ച് നൽകുന്നു. അങ്ങനെ അപ്പം വിഭജിച്ച് നൽകുന്നതിലൂടെ ജീവൻ്റെ നിലനിൽപ്പിന്, ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ക്രിസ്തു അനിവാര്യതയാണ് എന്ന സത്യം വെളിപ്പെടുത്തുകയാണ് സുവിശേഷത്തിൽ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമ്മോട് പറയുന്ന ഈ സൗഖ്യാനുഭവങ്ങൾ, ഈ ലഭ്യതകൾ കേവലമായി കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരിടമാണ് ക്രിസ്തു അല്ലെങ്കിൽ ദൈവം എന്ന ഒരു ധാരണയിലേക്ക് നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് യേശു 5 അപ്പം 5000 പേർക്കായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇല്ലായ്മകളിൽ അനുകമ്പയുള്ളവനാണ് അവിടുന്ന് നിങ്ങളുടെ അപ്പം വർദ്ധിപ്പിച്ചു തരും എന്ന് പലപ്പോഴും പഠിപ്പിക്കപ്പെടുന്നു. അതുപോലെ നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നവനാണ് യേശു. അവൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്ക്, അവൻ നിങ്ങളോട് അനുകമ്പ തോന്നുമ്പോൾ സൗഖ്യപ്പെടുത്തും എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലഭിക്കേണ്ടതൊരു സൗഖ്യ അനുഭവമാണ്. നൽകപ്പെട്ട സൗഖ്യം അനുഭവമാകണം. ക്രിസ്തുവിലാണ് നാം, അവൻ്റെ കുരിശുമരണത്തിൽ വിമോചിതരായവരാണ് നാം. ഈ വിമോചനത്തിന് സദ്വാർത്തയായ ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കാനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. കേവല സൗഖ്യത്തിനായിട്ടല്ല, ആ സൗഖ്യത്തെ അനുഭവമാക്കണമേ. നീ കുരിശിൽ എനിക്ക് വേണ്ടി നിന്നെ തന്നെ അർപ്പിച്ച് നേടിത്തന്ന സൗഖ്യം എൻ്റെ ആനുകാലിക ലോകത്ത്, ജീവിത പരിസരത്ത് എനിക്ക് അനുഭവമാക്കണമേ. എൻ്റെ ജീവന് നീയാണ് യഥാർത്ഥ ഭക്ഷണം. എൻ്റെ ജീവൻ നിലനിർത്തുന്നവൻ നീയാണ്. നിന്റെ ശരീരം ഭക്ഷിക്കുന്നതിലൂടെയാണ് ഞാൻ ജീവിക്കുക. യഥാർത്ഥ ഭക്ഷണം നീയാണ്. ആ യഥാർത്ഥ ഭക്ഷണം നീയാണ് എന്ന പരമാർത്ഥത്തിലേക്ക് എത്താൻ എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എൻ്റെ കേവലമായി
ഭക്ഷണമില്ല, എൻ്റെ ഇല്ലായ്മകളിൽ പരിഹാരമായിട്ട് വരാനല്ല ക്രിസ്തു, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവം നൽകണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഭക്ഷണമില്ലായ്മ, എൻ്റെ വിശപ്പ് എന്നെ ഓർമ്മപ്പെടുത്തേണ്ടത് യഥാർത്ഥ വിശപ്പിനെ കുറിച്ചാണ്. ഭൗതിക ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയല്ല നാം ദൈവത്തിൽ വിശ്വസിക്കുന്നത്, ഭൗതിക ലോകത്തെ മറികടക്കാൻ വേണ്ടിയാണ്. ഭൗതിക ലോകത്തിൻ്റെ പരിമിതികളെ, ഭൗതിക ലോകത്തിൻ്റെ പ്രതികൂലങ്ങളെ വിശ്വാസം മുഖേന ജയിക്കാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും വന്നിട്ടുള്ളത്. സൗഖ്യദായകമായ തൻ്റെ പ്രവൃത്തിയിലൂടെ, അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു യെശയ്യാ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം തന്നിലാണെന്ന് വെളിപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവചനത്തെ നമ്മൾ കാണും, പർവ്വതത്തിന് മുകളിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കപ്പെടും. ആ വിരുന്നിലേക്കാണ് നാം ക്ഷണിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നാം ഈ കേവലമായ അഞ്ചപ്പത്തിൻ്റെ വർധനവോ ഏഴപ്പത്തിൻ്റെ വർധനവോ അല്ല, നിത്യമായ ഒരു സ്വർഗീയ വിരുന്നിലേക്ക് നാം വിളിക്കപ്പെടുന്നു എന്ന പരമാർത്ഥമാണ് സുവിശേഷം പറയുക. അതേപോലെ തന്നെ സൗഖ്യദായകമായ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റും, സുഖപ്പെടുത്തുന്നവനാണ് ക്രിസ്തു. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അവനിലാണ് പ്രത്യാശ വെക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയോടെ ഒരു വീണ്ടും വരവിനെ കാത്തിരിക്കുകയാണ്. ക്രിസ്തു ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തു, തൻ്റെ കുരിശിലെ അർപ്പണം വഴി ജീവദായകമായ ശക്തിയായി നമ്മുടെ ആനുകാലിക ലോകത്തേക്ക് തൻ്റെ കൃപകൾ വർഷിച്ചു. ക്രിസ്തുവിൽ നിറവേറിയ രക്ഷയുടെ അനുഭവം ആനുകാലിക ലോകത്ത് അനുഭവിക്കാൻ, പ്രത്യാശാപൂർവം അവൻ്റെ വീണ്ടും വരവിനെ കാത്തിരിക്കാൻ സഭ ഈ ആഗമനകാലത്ത് നമ്മോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രത്യാശാപൂർണ്ണം അവനിൽ അർപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, ഈ ലോകത്തിൻ്റെ വസ്തുവകകളിൽ, ഈ ലോകത്തിൻ്റെ സാധ്യതകളിൽ മനസ്സിലാക്കി പോകാതെ രക്ഷകനായ മിശിഹായിൽ ജീവിതമർപ്പിക്കാൻ, ജീവനും ജീവിതവുമായ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാൻ ഈ ആഗമനകാലത്തിൻ്റെ നാളുകളിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. ശരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കാൻ, അവനെ തിരിച്ചറിയാൻ, അവനിൽ ജീവിതം ആരംഭിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.